ഇന്ന് ഗാർഡനിൽ ഒരു കുഞ്ഞു പരിപാടിയുണ്ട്. അതിനായിട്ട് ഇറങ്ങുവാണ്. വെയിലൊന്നും ഇല്ലാത്ത സമയം നോക്കി നമ്മളൊരു 5-5:30 ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത്. പക്ഷേ അന്നേരം ഇറങ്ങിയെങ്കിലും മുഴുവൻ വർക്ക് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു മഴച്ചാറ്റലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കയറി ബാക്കി പിറ്റേ ദിവസമാണ് ചെയ്തത്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ കാനവാഴ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് കാനവാഴയും റോസയുമാണ് കൂടുതലുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് ശരിയാക്കണം, കുറച്ച് മാറ്റം വരുത്തണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് കുറേ ആയി. ഓൾറെഡി നമ്മൾ കുറേ ചെടികളൊക്കെ അവിടെ വെച്ചതാണ്. ഒരുപാട് വെയിലേക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ വെച്ച ചെടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോവുകയാണ്. പിന്നെ ആ ഒരു ഭാഗം കുറച്ച് വൃത്തിയില്ലാത്ത ഒരു രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ച് ഞാൻ അവിടെ നിന്ന് റോസയൊക്കെ കുറേ വളർന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പൊക്കെ ആദ്യമേ ഒന്ന് മുറിച്ച് കളഞ്ഞു. കാനവാഴ പൂ തീരുന്ന അനുസരിച്ച് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ ഇലകളും കുറച്ചൊക്കെ ഇങ്ങനെ താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പുല്ലൊക്കെ പറിച്ച് നമ്മൾ ബോർഡർ ഗ്രാസ് തന്നെയാണ് വീണ്ടും കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു വൈറ്റ് കളറിലെ ഇലയുണ്ടല്ലോ, അതിൻ്റെ പുറകിൽ വീണ്ടും ബോർഡർ ഗ്രാസ് തന്നെ ആ ഒരു രീതിക്കാണ് വെച്ചിരിക്കുന്നത്. വൈറ്റ് കളറിലെ ഇല ഞാൻ നേരത്തെ തന്നെ വെച്ചതാണ് കേട്ടോ. അതിൻ്റെ രണ്ട് സൈഡിലും ബോർഡർ ഗ്രാസ് വെച്ചു. പിന്നെ 1-2 ചട്ടികളിലെ ചെടികളൊക്കെ എടുത്ത് കാനവാഴയുടെ കൂടെ വെച്ചു. അത്രയും ഭാഗത്തിൻ്റെ പുറകിലോട്ടൊക്കെ കാനവാഴയുടെ ചെറിയ തൈകൾ വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, കാരണം അതിങ്ങനെ മുളച്ച് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ ബോർഡർ ഗ്രാസ് ഇവിടെ നിൽക്കുമോ എന്നൊന്നും അറിയില്ല, കാരണം ഇതിനു മുമ്പ് വെച്ചതും ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതും പിടിച്ചു കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ.